പാർക്കിംഗ് ടാക്സികൾക്കായുള്ള കാത്തിരിപ്പിലാണ് UAE. അടുത്ത വർഷം മുതൽ UAEയുടെ ആകാശത്ത് എയർ ടാക്സികൾ സർവീസ് നടത്തും. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇപ്പോൾ രാജ്യമെങ്ങും പരീക്ഷണ പറക്കലുകൾ നടക്കുകയാണ്. ആകാശ ടാക്സികളിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷയാക്കി പരീക്ഷണ പറക്കലുകൾ UAEയിലെങ്ങും നടക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ സേവനം പൂർണ്ണതോതിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് എയർ ടാക്സിയുടെ പരീക്ഷണ പറക്കൽ. കഴിഞ്ഞ ദിവസമാണ് ദുബായ് അബുദാബിയും പറക്കും ടാക്സികൾ വിജയകരമായി പരീക്ഷിച്ചത്. വർഷങ്ങൾക്ക് മുമ്പേ ദുബായിൽ പറക്കും ടാക്സികൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഏറ്റവും സുരക്ഷിതമായ സേവനത്തിനായി നിരന്തര പരീക്ഷണങ്ങൾ തുടരുകയാണ്. ജോബി ഏവിയേഷൻ വികസിപ്പിച്ച എയർ ടാക്സിയാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. ദുബായ് അലൈൻ റോഡിലെ മാർഗാമിലെ ജെറ്റ്മാൻ ഹെലിപ്പാഡിൽ നിന്നാണ് ഫ്ലൈയിങ് ടാക്സി പറന്നുയർന്നത്. വിവിധ മേഖലകളിലൂടെ ചുറ്റി സഞ്ചരിച്ച് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. My name is Anthony Khouri and I'm the UAE General Manager for Joby Aviation. Today we're witnessing a major milestone in aviation and in Dubai's vision to bring aerial taxis to our city. As you've seen on the flight today, this is the first time that we see an eVTOL fly inhabited, piloted in the skies of Dubai. As I said, this is a major milestone both for the aviation world, but more importantly for Dubai. In 2024, we have signed definitive agreements with the RTA to be the exclusive providers of air taxis to the city. This means that we're working closely with the RTA, the GCAA, and the broader Dubai government to bring this new mode of transport to the city. പരീക്ഷണ പറക്കൽ വിജയിച്ചതോടെ പറക്കും ടാക്സി സേവനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ദുബായ്. ഒരു പൈലറ്റിനും 4 യാത്രക്കാർക്കും 320 കിലോമീറ്റർ വേഗതയിൽ എയർ ടാക്സിയിൽ സഞ്ചരിക്കാൻ കഴിയും. ദുബായ് വിമാനത്താവളം, ഡൗൺ ടൗൺ, മറീന, പാം ജുമേറ എന്നിവിടങ്ങളിലേക്കായിരിക്കും ആദ്യഘട്ടത്തിലുള്ള സർവീസ്. റോഡ് മാർഗ്ഗ യാത്ര ചെയ്യാൻ 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ എടുക്കുമ്പോൾ എയർ ടാക്സിയിൽ ഇത് 10 മുതൽ 12 മിനിറ്റ് വരെ ആയിരിക്കും. Our agreement is to start with 4 vertiports. The first one would be Dubai International Airport. In addition to that, we're going to have Pan Jumeirah, Dubai Downtown, and Dubai Marina. We have already, or our partner Skyports has already started building the first vertiport, which is the Dubai Airport 1. It will be in front of the Emirates headquarters. They're progressing well with the construction. We expect it to be completed by Q1 2026. Our plan is to continue from there and build the additional 3 vertiports, which will form the initial network. This network will be the network where people will be able to take Jobis from and to. Our plan is to start commercial operation in 2026, and we're very excited to do that in the skies of Dubai. അബുദാബിയിലും പറക്കും ടാക്സിയുടെ പരീക്ഷണം നടന്നു. സ്മാർട്ട് ആൻഡ് ഓട്ടോണമസ് സിസ്റ്റംസും അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസും ഡ്രോൺ നിർമ്മാതാക്കളായ ഇഹാങ്ങും ഫിൻടെക് ഗ്രൂപ്പായ മൾട്ടിലെവൽ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് എയർ ടാക്സികളുടെ പരീക്ഷണ പറക്കൽ നടത്തിയത്. കാര്യക്ഷമതയും പ്രവർത്തനശേഷിയും വിലയിരുത്തിയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു പറക്കൽ. അബുദാബിയിലെ ചൂടുള്ള കാലാവസ്ഥയിൽ വ്യോമമേഖല ഏകോപനം, റൂട്ട് പ്ലാനിംഗ്, വെർട്ടിപ്പോർട്ട് പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ നിർണായക സാങ്കേതിക കാര്യങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നതിൽ പരീക്ഷണം വിജയിച്ചുവെന്നാണ് ADIOയുടെ വിലയിരുത്തൽ.
UAEയിൽ എയർ ടാക്സികളുടെ മൂന്നാമത്തെ നഗരമാകാൻ അജ്മാനും ഒരുങ്ങുകയാണ്. ദുബായ്, അബുദാബിയും വിജയകരമായ പരീക്ഷണ പറക്കൽ നടത്തിയതോടെയാണ് അജ്മാനും പറക്കും ടാക്സികളുടെ പദ്ധതി തയ്യാറാക്കുന്നത്. എയർ ടാക്സികളുടെ ടേക്ക് ഓഫ് ലാൻഡിംഗ് സോണുകൾ നിർമ്മിക്കുന്നതിൽ ലോകത്ത് മുൻപന്തിയിലുള്ള സ്കൈപോർട്സ് ഇൻഫ്രാസ്ട്രക്ചറുമായി അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു. പറക്കും ടാക്സികൾക്ക് പറന്നു പൊങ്ങാനും ഇറങ്ങാനുമുള്ള ടേക്ക് ഓഫ് ലാൻഡിംഗ് സോണുകൾ സജ്ജമാക്കാനാണ് കരാർ ഒപ്പിട്ടത്. റോഡിലെ ഗതാഗത കുരുക്കൊഴിവാക്കാൻ UAEയിലെ വിവിധ എമിറേറ്റുകളിലേക്ക് എയർ ടാക്സികളിൽ പറക്കുന്ന കാലം വിദൂരമല്ല.